മീറ്റു വിവാദങ്ങൾ ഉയർന്നു വന്ന കാലത്ത് വനിതാംഗങ്ങളിൽ ചിലരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നെന്നും ഇതൊരു മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നും താരസംഘടന നിയോഗിച്ച അന്വേഷണ സമിതി സ്ഥിരീകരിച്ചു. എന്നാൽ ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ KPSC ലളിതയ്ക്ക് കൈമാറിയിരുന്നുവെന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. 2018 ഉണ്ടായ സംഭവം 2025 തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘടനയിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് നിയമ നടപടി ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്നും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് ശ്വേതാ മേനോനും ജോയ് മാത്യുവും അറിയിച്ചു. ഇപ്പോൾ കുക്കു പരമേശ്വരന് മെമ്മറി കാർഡ് വിവാദത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2018 ഈ മീറ്റു വിവാദങ്ങൾ മലയാള സിനിമയിൽ വലിയ രീതിയിൽ കൊട്ടിക്കേറിയത്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു വിവാദമായത്. അത് പിന്നീട് ഒരുപാട് താരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. അല്ലെങ്കിൽ ഈ താരങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇവർക്കെതിരെയും നിരവധി മീറ്റു ആരോപണങ്ങൾ രഹസ്യമായുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് പുറത്തു വരാത്ത രീതിയിൽ ഇത് മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ പല വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. ആ കാലത്താണ് അപ്പോൾ വനിതാ അംഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത്. അതെല്ലാം ഒരു മെമ്മറി കാർഡിൽ സൂക്ഷിക്കുകയായിരുന്നു, അത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നീട് അതിൻ്റെ ആ വിവരങ്ങളൊക്കെ കണ്ടെത്തിയത് ഈ താരസംഘടന നിയോഗിച്ചൊരു അന്വേഷണ സമിതിയാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ പക്കലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് KPSC ലളിതയ്ക്ക് കൈമാറിയിരുന്നു എന്നുള്ള അന്വേഷണ സമിതിയുടെ കണ്ടെത്തലടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കു പരമേശ്വരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ അമ്മ സംഘടനയിൽ ഏറ്റവും നിർണായകമായ പദവി വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് ലഭിച്ച ഒരു സാഹചര്യം വലിയ രീതിയിൽ ഒരു ആശ്വാസകരമാണ്. അല്ലെങ്കിൽ കുക്കു പരമേശ്വരന് മുന്നോട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത രീതിയിലേക്ക് അത്തരത്തിലേക്ക് ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2018 ഉണ്ടായ ഒരു സംഭവമാണ്. അന്നാണ് ആ മീറ്റു വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് 2025 ഈ അടുത്താണ് ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടന്നതും. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചരണം, അല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പ്രചരണത്തിൽ പോലും ഇതൊരു പ്രചരണ ആയുധം പോലെ ഉടലെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് അത് ഉയർന്നു വന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മെമ്മറി കാർഡിലെ വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മെമ്മറി കാർഡിലെ വിവരങ്ങൾ എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ അത്ര വലിയ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അത്രത്തോളം ചോർന്നിട്ടില്ല എന്നും കൂടി സംഘടനാ നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. ഈ വിലയിരുത്തലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നിയമ നടപടി ആവശ്യമുണ്ടെങ്കിൽ, അംഗങ്ങൾക്ക് നിയമ നടപടി ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാം, അതിന് തടസ്സമില്ല എന്നും കൂടിയാണ് ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അമ്മ സംഘടന വ്യക്തമാകുന്നത്. ആ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം വ്യക്തമാക്കിയത് പ്രസിഡന്റ് ശ്വേതാ മേനോനും ജോയ് മാത്യുവും കൂടിയാണ്.